DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 25 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുകയാണ്. 1,06,000-ന് മുകളിലാണ് ഇന്നത്തെ സ്വർണ്ണവില. ഇന്ന് പവന് 440 രൂപയാണ് കൂടിയത്. 1,06,280 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 55 രൂപയാണ് ഉയർന്നത്. 13,285 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കാത്തവർക്ക് ഇനി വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ തടസ്സപ്പെടും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പരിഷ്കരിച്ച് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് പുതിയ ചട്ടം കൂട്ടിച്ചേർത്തത്. പിഴ അടയ്ക്കാത്ത വാഹനങ്ങളെ പരിവാഹൻ പോർട്ടലിൽ നോട്ട് ടു ബി ട്രാൻസാക്റ്റഡ് എന്ന് രേഖപ്പെടുത്താനാണ് പ്രധാന നിർദ്ദേശം. ഇതോടെ വാഹനത്തിന്റെ പുകപരിശോധന, രജിസ്ട്രേഷൻ പുതുക്കൽ, ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ അപേക്ഷകൾ അധികൃതർ പരിഗണിക്കില്ല. പിഴ പൂർണ്ണമായും അടച്ചാൽ മാത്രമേ സേവനങ്ങൾ ലഭ്യമാകൂ. കുടിശ്ശികയുള്ള കാര്യം വാഹനോടമയ്ക്ക് ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി ലഭിക്കും. പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്ന് 6 മാസത്തിനകം ട്രാഫിക് പിഴകൾ തീർപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്നും കരടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്തറിയിപ്പ്, ഇന്റർനെറ്റോ മൊബൈൽ നെറ്റ്വർക്കോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇനി മുതൽ UPI വഴി സുരക്ഷിതമായി പണമടയ്ക്കാനുള്ള സൗകര്യം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിക്കുകയാണ്. വ്യാപാരികളുടെ പോയിന്റ് ഓഫ് സെയിൽ സ്വൈപ്പിംഗ് മെഷീനുകളിലേക്ക് ഓഫ്ലൈൻ UPI സൗകര്യം കൊണ്ടുവരുന്നതോടെ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്ത മലയോര മേഖലകളിലും മെട്രോ റൂട്ടുകളിലും വിമാനയാത്രകളിലും തടസ്സമില്ലാതെ ഇടപാടുകൾ നടത്താൻ സാധിക്കും. പുതിയ സംവിധാനത്തിൽ ഒറ്റത്തവണ 2,000 രൂപ വരെ ഓഫ്ലൈനായി അടക്കാനാകും. അടുത്തറിയിപ്പ്, ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് ഇതിനോടകം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. ഇന്നും നാളെയുമൊക്കെയായി അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലൊക്കെ സജീവമാകുന്നതാണ്. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞാണ് അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നത്. നിശ്ചിത ദിവസങ്ങൾക്കകം ഈ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. ഇതോടൊപ്പം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30-നകം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഒക്ടോബർ മാസം മുതൽ പെൻഷൻ ഗഡുക്കൾ മുടങ്ങുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.